എല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കൾ സംഭരിച്ചാലും ആരെല്ലാം സുഹൃത്തുക്കളായി നമ്മോടൊപ്പം ഉണ്ടായാലും അന്ത്യകാലത്ത് ഇവ ഒന്നും തന്നെ നമ്മെ സഹായിക്കുകയില്ല. നാം ഇവിടെ ചെയ്ത നന്മയുടെയും തിന്മയുടെയും കർമ്മങ്ങളുടെ ഫലം നമ്മുടെ ബോധമണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, ബുദ്ധി, പ്രാണൻ ഇവ അടങ്ങിയതാണ് സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിൽ ഇവയുടെ സംസ്കാരം നമ്മോടൊപ്പമുണ്ട്. അവയാണ് നമുക്കെപ്പോഴും സഹായിയായിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ളവരാണല്ലോ നമ്മെ ദ്രോഹിക്കുന്നതും സഹായിക്കുന്നതും. നാം ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്താൽ ആ കർമ്മ സംസ്കാരം നമുക്ക് ദുഃഖരൂപത്തിൽ അനുഭവമാകും. നാം ഇവിടെ മറ്റുള്ളവർക്ക് സുഖത്തെയാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ ആ കർമ്മ സംസ്കാരം നമുക്ക് സുഖത്തെ പ്രദാനം ചെയ്യും, സുരക്ഷ നൽകും. അതാണ് ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുന്നത്. ധർമ്മത്തെ രക്ഷിക്കുന്ന ഒരാളെ ആ ധർമ്മം തന്നെ രക്ഷിക്കും. അതാണ് വിത്തം വരുത്തിരുന്നാലും നിന്റെ മിത്രാദി വർഗം അടുത്തിരുന്നാലും മൃത്യു വരുമ്പോൾ തടുക്കാൻ അവർ ശക്തരാകുന്നില്ല സക്തി വയ്ക്കാതെ. വിത്തം വരുത്തിരുന്നാലും നിന്റെ സമ്പത്ത് അനവധി നാം സംഭരിച്ചു വെച്ചാലും മിത്രാദിവർഗം അടുത്തിരുന്നാലും നമ്മുടെ ബന്ധുമിത്രാദികളും മക്കളും അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം നമ്മുടെ അടുത്തിരുന്നാലും മൃത്യു വരുമ്പോൾ തടുക്കാൻ അവർ, മരണം വരുമ്പോൾ തടുക്കാൻ ഈ പറയപ്പെട്ട ഒരാളിലും ഇല്ല. വാസ്തവത്തിൽ എല്ലാവരും നമ്മെ സ്നേഹിക്കുന്നത് ഈ ശരീരത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ഉപഭോഗങ്ങൾ ഉണ്ടോ അതിനെയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും നമ്മെ ഇഷ്ടപ്പെടാൻ കാരണം. ദേഹം ആവശ്യമായി, ഇനി എഴുന്നേറ്റ് നടക്കില്ല, ഈ വ്യക്തിയെ കൊണ്ട് പ്രയോജനം ഇല്ലെന്ന് കണ്ടാൽ എല്ലാവരും കൈയൊഴിയും. ഇനി അധികം കിടത്താതെ അങ്ങോട്ട് കൊണ്ടുപോയാ മതിയായിരുന്നു എന്ന് പറയില്ലേ എല്ലാവരും? ഇതല്ലേ നമ്മുടെ അവസ്ഥ? അതുവരെ വളരെ കാര്യമായി നമ്മെ നോക്കി ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ നമ്മൾ എവിടെ കൊണ്ടുപോകണമെങ്കിലും കൊണ്ടുപോയി നോക്കും. പക്ഷെ എവിടെ കൊണ്ടുപോയാലും ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് വരികിൽ ഇനി അങ്ങ് പോയാൽ മതി, കൈയൊഴിയുകയാണ് വാസ്തവത്തിൽ. അതാണ് ഈ ലോകത്തിൻ്റെ സ്വഭാവം. നാം ഈ ദേഹം പറ്റാതെയാകുന്ന സമയത്ത് ഈ ദേഹിയെ ഒരാൾക്കും വേണ്ട. ദേഹിയെ കൊണ്ട് അവർക്ക് പ്രയോജനവുമില്ല. ദേഹി ദേഹത്തിലിരിക്കുമ്പോൾ മാത്രമേ ദേഹിയെ കൊണ്ട് ആ ദേഹത്താൽ മറ്റ് ബന്ധുമിത്രാദികൾക്കൊക്കെ പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ആ ദേഹം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദേഹത്തെ ഒരാൾക്കും വേണ്ട. ഇതല്ലേ ലോകത്തിൻ്റെ അവസ്ഥ? അതാണ് വിത്തം വരുത്തിരുന്നാലും നിന്റെ മിത്രാദിവർഗം അടുത്തിരുന്നാലും മൃത്യു വരുമ്പോൾ തടുക്കാൻ അവർ, മരണം വരുന്ന സമയത്ത് തടുക്കാൻ അവർക്ക് ശക്തരാകുന്നില്ല. അവർക്ക് മരണത്തെ തടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സ് മുഴുവൻ അവരിൽ സക്തി വയ്ക്കരുത്, ആസക്തി ഇതിലാവരുത്. ആസക്തി നമ്മളെവിടെ നിന്ന് വന്നോ, നമ്മൾ ആരാണെന്ന പരമസത്യം ബോധിച്ച് ആ സർവേശ്വരനിലാണ് നാം ആസക്തി വയ്ക്കേണ്ടത്. അതാണ് നമുക്ക് എപ്പോഴും തുണയായിട്ടുള്ളത്. അതിൻ്റെ സാന്നിധ്യം നമുക്ക് സമാധാനവും പൂർണ്ണതയും സന്തോഷവും സംതൃപ്തിയും അനുഭവമാക്കി തരുന്നു. അതിലപ്പുറം ഈ ഒന്ന് നേടാനില്ല.
അതിലപ്പുറം ഒന്ന് കിട്ടാനില്ല. അതിലപ്പുറം സമ്പൂർണത തരുന്ന ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. അതാണ് പരമാർത്ഥമായിരിക്കുന്നത്. അതിനാൽ നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട ഒന്നാണിത്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പും ജനിച്ചപ്പോഴും ജീവിക്കുമ്പോഴും ഇനി മരിക്കുമ്പോഴും മരണശേഷവും നമ്മോടൊപ്പം സന്തത സഹചാരിയായിട്ടുള്ള ആ പരംവരുളിനെ, ആ സർവേശ്വരനെ സദാസമയത്തും ഓർമ്മിക്കൂ. അത് നമുക്ക് നിർഭയത നൽകുന്നതാണ്. എല്ലാ ഭയവും അത് ഇല്ലാതെയാക്കി തരും. ആശ്വാസം അതിൽ നിന്ന് കിട്ടും. ഇവരൊക്കെയാണ് നമ്മളെ രക്ഷ എന്ന് കരുതിപ്പോന്നു. ഇവർക്കാർക്കും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ഇനി ആരുണ്ട് രക്ഷയ്ക്ക് എന്നല്ലേ പിന്നത്തെ അന്വേഷിക്കണം. പിന്നെ രക്ഷിക്കുന്ന ആളെ നമുക്ക് കണ്ടെത്താനൊട്ട് കഴിഞ്ഞിട്ടുമില്ല. അതാണ് ഭയത്തിനും പരിഭ്രമത്തിനും കാരണമായിരിക്കുന്നത്. വിത്തം വരുത്തിരുന്നാലും നിന്റെ മിത്രാദിവർഗം അടുത്തിരുന്നാലും മൃത്യു വരുമ്പോൾ തടുക്കാനവർ ശക്തരാകുന്നില്ല ശക്തി വയ്ക്കാതെ. ഹരേ കൃഷ്ണ.